അധികാര കേന്ദ്രങ്ങളിൽ പലപ്പോഴും കടന്നുവരുന്ന ഒന്നാണ് സ്വജനപക്ഷപാതം. അവിടെ പിന്നെ കഴിവിനും യോഗ്യതക്കും പ്രസക്തിയില്ല. നിയമവും നിയമനവുമൊക്കെ അവർക്ക് മുമ്പിൽ താലത്തിൽ വെച്ച് കൊടുക്കും. നല്ല അധികാരി സ്വജനപക്ഷപാതം അംഗീകരിക്കില്ല. അയാൾ അവസരങ്ങൾ തുല്യമായി വീതിക്കും. അധികാരമോഹവുമായി അടുത്തു വരുന്നവരെ ഖലീഫ നിരീക്ഷിക്കും. പന്തികേടുണ്ടെങ്കിൽ അവരെ അധികാരത്തിനടുത്ത് നിന്ന് മാറ്റി നിർത്തും. ബിലാദ് ബിൻ അബി ബുൽദയും സഹോദരനും ഇങ്ങനെ ഖലീഫയുടെ നിരീക്ഷണത്തിന് വിധേയരായി. മോഹപദവി വാങ്ങിത്തന്നാൽ 100 സ്വർണ്ണ നാണയം തരാമെന്ന് അവർ നിരീക്ഷിക്കാൻ വന്ന ദൂതനോട് പറഞ്ഞു. ഇതോടെ ഖലീഫക്ക് അവരെ മനസ്സിലായി. 2 പേരോടും ഉദ്യോഗം മതിയാക്കി നാട്ടിൽ പോവാൻ പറഞ്ഞു. ഖലീഫ അവരുടെ നാട്ടിൽ ഗവർണറെയും കാര്യമുണർത്തി. ഇവരെ അധികാരസ്ഥാനത്തോട് അടുപ്പിക്കരുത് എന്ന് അറിയിപ്പ് കൊടുത്തു. ഒരു ദിവസം ബനു ഉമയ്യ വംശത്തിലെ പ്രമുഖർ കാണാൻ വന്നു. പിൻവാതിലിലൂടെ എന്തോ കാര്യസാധ്യത്തിന് വന്നതായിരുന്നു. ഖലീഫക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹം അവരെ ഒന്ന് തട്ടി. നിങ്ങളെ ഓരോരുത്തരെയായി ഞാൻ സൈന്യത്തിലെ ഉന്നത സ്ഥാനങ്ങളിൽ നിയോഗിച്ചാലോ? ആശ സഹിക്കാനാവാത്ത ഒരാൾ സംഗതി ഉറപ്പിക്കാനായി പറഞ്ഞു. എന്തിനാണ് താങ്കൾ നടക്കാത്തത് പറയുന്നത്? അവർക്ക് അത് രസിച്ചില്ല. തരാൻ പറയുന്നതല്ല, അധികാരമോഹം തിരിച്ചറിയാനുള്ള പരാമർശമാണ് ഖലീഫയുടേത് എന്ന് അവർക്ക് മനസ്സിലായി. ഇത് കേട്ടതോടെ ഖലീഫ അവരോട് തീർത്തു പറഞ്ഞു. നിങ്ങൾ കൊട്ടാരത്തിൽ ആളുകൾ കാൽ തുടക്കുന്ന മാറ്റ് കണ്ടിട്ടുണ്ടോ? കുറെ ആളുകൾ ചവിട്ടി തീരുമ്പോൾ അത് നുരുമ്പിപ്പോവും. ചവിട്ടി ഒഴിവാക്കാനുള്ള ആ ചവിട്ടിയിൽ പോലും നിങ്ങൾ കാലുവെക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ടല്ലേ രാജ്യത്തിന്റെ കാവൽ പദവി നിങ്ങൾ എഴുന്നേറ്റ് പോകുന്നുണ്ടോ എൻ്റെ മുന്നിൽ നിന്ന് എന്ന് പറഞ്ഞു ഖലീഫ അവരോടുള്ള താല്പര്യക്കുറവ് വ്യക്തമാക്കി. താങ്കൾ എന്തിനാണ് ഇത്ര ചൊടിക്കുന്നത്, ഞങ്ങളോട് ഇത്ര ദേഷ്യപ്പെടുന്നത്? ഞങ്ങൾ അങ്ങയുടെ ഉറ്റ ബന്ധുക്കളല്ലേ? ഞങ്ങൾക്കുമില്ലേ ചില അവകാശങ്ങൾ? നിങ്ങൾക്കെന്തവകാശം? ഈ രാജ്യത്തെ സാധാരണ പൗരനും നിങ്ങളും തമ്മിൽ ഒരു വേർതിരിവും ഞാൻ കാണുന്നില്ല. ബനു മർവാൻ വംശക്കാർ ഒരിക്കൽ ഖലീഫയുടെ മകനോട് പരാതി പറഞ്ഞത്, മുമ്പുള്ള ഖലീഫമാരൊക്കെ ഞങ്ങൾക്ക് വേണ്ടത് തന്നിരുന്നു. നിന്റെ ഉപ്പ എല്ലാം സ്വന്തം വരുതിയിൽ വെച്ചിരിക്കുകയാണ്. നീ ഇക്കാര്യം ഒന്ന് ബാപ്പയോട് പറയണം. മകൻ അതേപടി ചെന്ന് ഖലീഫയോട് പറഞ്ഞു. അവരോട് പറഞ്ഞേക്കൂ, ബാപ്പ ദൈവശിക്ഷയെ ഭയക്കുന്നുവെന്ന്. ഗുരു ഹസനുൽ ഖസ്സാബ് ഒരിക്കൽ മലഞ്ചെരുവിലൂടെ പോകുമ്പോൾ ഒരത്ഭുതം അദ്ദേഹം കണ്ടു. അവിടെ ആട്ടിൻപറ്റങ്ങൾക്കിടയിൽ ചെന്നായ്ക്കളും നടക്കുന്നു. ചെന്നായ്ക്കൾ ആട്ടിൻപറ്റങ്ങളെ തൊടുന്നില്ല. എന്തൊരു ചങ്ങാത്തം! അത്ഭുതത്തോടെ ഗുരു പറഞ്ഞുപോയി, സുബ്ഹാനല്ലാഹ്, ആട്ടിൻപറ്റത്തിൽ ചെന്നായ്ക്കളോ? ഇതൊരാട്ടിടയൻ കേൾക്കാൻ ഇടയായി. അയാൾ മറുപടി പറഞ്ഞു, തല നന്നായാൽ ഇങ്ങനെയാണ്, വാലും നന്നാകും. ഞങ്ങളുടെ ആട്ടിൻപറ്റങ്ങൾക്ക് പോലും ഖലീഫയുടെ നീതി ലഭ്യമാണ്. ഇതിങ്ങനെ തുടരുന്നതിനിടെ ഒരു രാത്രി ഒരു ചെന്നായ പതുങ്ങി വന്ന് ആട്ടിൻപറ്റത്തിൽ ചാടി ഒരാടിനെ പിടിച്ചു. അന്ന് രാത്രി ആട്ടിടയന്മാർ കുറിച്ചു വെച്ചു, സാത്വികനായ ഖലീഫയ്ക്ക് എന്തോ സംഭവിച്ചിരിക്കണം, അല്ലാതെ ഇതുണ്ടാവില്ല. ആ നിഗമനം തെറ്റിയില്ല. അന്നായിരുന്നു ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ വിയോഗം. മുൻ ഭരണാധികാരികൾ ചുമത്തിയിരുന്ന അനാവശ്യ നികുതികളും ചുങ്കങ്ങളും ഖലീഫ നിർത്തി. പ്രജകളെ പിഴിഞ്ഞ് രാജകുടുംബം തടിച്ചു കൊഴിക്കുന്നത് ശരിയായ രീതിയല്ല. ജനജീവിതം എളുപ്പമായിരിക്കട്ടെ. വ്യാപാര വാതിലുകൾ തുറന്നിട്ടു. കരയിലും കടലിലും സഞ്ചരിച്ച് കച്ചവടം അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് തടസ്സം നിന്നിരുന്ന എല്ലാ നിയമക്കുരുക്കളും നീക്കി. പൗരനെ ചങ്ങലക്കിട്ടിരുന്ന എല്ലാ കരിനിയമങ്ങളും റദ്ദാക്കി. മേലിൽ പൗരനുമേൽ ഇവ ചുമത്തരുതെന്ന് ഗവർണർമാർക്ക് കർശന നിർദ്ദേശം നൽകി. അന്യായമായി മുൻ ഭരണകൂടങ്ങൾ പിടിച്ചുവച്ചിരുന്ന സ്വത്തുക്കളൊക്കെ അതിൻ്റെ ഉടമകൾക്ക് തിരിച്ചു കൊടുത്തു. ഇതോടെ നാട്ടിൽ വ്യാപാരം അഭിവൃദ്ധിപ്പെട്ടു. കയറ്റുമതിയായി. തൊഴിലവസരങ്ങൾ തുറന്നു. നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടിയതോടെ ആളുകൾ സമാധാന കൈവന്നു. കരിനിയമങ്ങൾ റദ്ദാക്കിയതോടെ ജയിലറകൾ ഒഴിഞ്ഞു. രാജ്യം എന്തെന്നില്ലാത്ത ഉണർവിലേക്ക് വന്നു. അതിനിടക്കാണ് മദീനയിൽ നിന്നും ഏതാനും പേർ ഖലീഫയെ കാണാൻ വന്നത്. അദ്ദേഹം അവരോട് ചോദിച്ചു, മദീനയിൽ അവിടെവിടെയായി ഇരുന്ന് യാചിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ടോ? ഖലീഫക്ക് രാജ്യം നേടിയ മാറ്റം അറിയണം. അത് ജനങ്ങളെ എങ്ങനെ സ്വാധീനിച്ചു എന്നും അറിയണം. അവരൊക്കെ എന്നോ യാചന വിട്ടു. അവരൊക്കെ ഇപ്പോൾ അത്യാവശ്യം ജോലി ചെയ്ത് സമ്പാദിക്കുന്ന സ്ഥിതിയിലെത്തി. ഭരണാധികാരികൾ ധൂർത്ത് ഒഴിവാക്കി. അനാവശ്യമായ നിയമങ്ങളും
കരംപിരിവുമൊക്കെ ഒഴിവാക്കി കൊടുത്താൽ രാജ്യം മാറും. അങ്ങനെയും ഇങ്ങനെയുമൊക്കെ വസൂലാക്കിയ മുതലുകൾ ജനങ്ങൾക്ക് തിരിച്ചു കൊടുത്താൽ അവർക്ക് താനെ തൊഴിൽ ചെയ്ത് ജീവിക്കാം. അതാണിപ്പോൾ രാജ്യത്ത് കാണുന്നത്. അവരിൽ ചിലരൊക്കെ യാത്രക്കാർക്ക് കബത്ത് ചെടി വിറ്റ് ജീവിക്കുന്നവരുമുണ്ടായിരുന്നു. അതെ, അതുണ്ടായിരുന്നു. അത് ഒട്ടകങ്ങൾക്ക് തിന്നാനുള്ളതാ. ആ കച്ചവടമൊക്കെ ഇപ്പോൾ നിന്നു. ഇപ്പോൾ യാത്രക്കാർ തന്നെ ഒട്ടകങ്ങൾക്ക് തിന്നാനുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ആ കച്ചവടക്കാരൊക്കെ വലിയ നിലവിലുള്ള കച്ചവടങ്ങൾ തുടങ്ങി. മദീനക്കാർ ഖലീഫയോട് പറഞ്ഞു. കോൺസ്റ്റാന്റിനോപ്പിളിൽ റോമക്കാരുടെ തടങ്കലിൽ രാജ്യനിവാസികൾക്ക് ഖലീഫ കത്തെഴുതി. കോൺസ്റ്റാന്റിനോപ്പിൾ റോമക്കാർ തടവിലാക്കപ്പെട്ട രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഖലീഫ കത്തെഴുതി. പ്രിയരെ, നിങ്ങൾ ബന്ദികളല്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ കാത്തു കെട്ടിക്കിടക്കുന്നവരാണ്. നമ്മുടെ രാജ്യത്തെ ഏത് പൗരനും നാം നൽകുന്ന ഏത് അവകാശവും നിങ്ങൾക്ക് കൂടി പകുത്തു നൽകേണ്ടതുണ്ട്. നാട്ടിലുള്ള നിങ്ങളുടെ ആശ്രിതരെയൊക്കെ നാം നന്നായി നോക്കി വളർത്തുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് 5 സ്വർണ്ണ നാണയമാണ് കൊടുത്തുവിടുന്നത്. ഇത് തീരെ ചെറുതാണെന്ന് എനിക്കറിയാം. ഇതിലധികം തരാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ അധികമായി വല്ലത് തന്നാൽ റോമൻ അധികാരികൾ നിങ്ങളിൽ നിന്നത് പിടിച്ചു വാങ്ങും. അപ്പോഴത് ആർക്കും ഉപകാരമില്ലാതെ പോകുമല്ലോ. ഇന്ന് നിങ്ങളെ കാണാൻ ഒരു ദൂതൻ വരുന്നുണ്ട്. അദ്ദേഹം നിങ്ങളുടെ കൂട്ടത്തിലെ സ്ത്രീകൾ, കുട്ടികൾ, വയോവൃദ്ധർ, രോഗികൾ തുടങ്ങി നിരാലംബരെ രക്ഷിക്കാനുള്ള മോചന ദ്രവ്യമായിട്ടാണ് വരുന്നത്. നമുക്കൊരു ശ്രമം നടത്തി നോക്കാം. റോമൻ അധികാരികൾ എന്തു ചോദിച്ചാലും കൊടുക്കാൻ തക്ക രീതിയിലുള്ള സാമ്പത്തിക ശേഖരവുമായാണ് അദ്ദേഹം വരുന്നത്. അതോർത്ത് നിങ്ങൾക്ക് സന്തോഷിക്കാം. എല്ലാവർക്കും സലാം. അസ്സലാമു അലൈക്കും. ആ തടങ്കൽ പാളയത്തിലും അവരുടെ കുടുംബങ്ങളിലും ഈ കത്തും നടപടികളും വിതച്ച മാറ്റം ചെറുതായിരുന്നില്ല. നാട്ടിലെവിടെ വെച്ച് ആരെന്ത് എഴുത്തു തന്നാലും സ്വീകരിച്ച് തനിക്കെത്തിക്കാനായിരുന്നു പോസ്റ്റ്മാൻമാർക്കുള്ള ഖലീഫയുടെ നിർദ്ദേശം. നാടിന്റെ നാനാഭാഗത്തു നിന്നും ചെറുതും വലുതുമായ ആവശ്യങ്ങളും ആവലാതികളും അഭിനന്ദനങ്ങളും ഖലീഫയുടെ അഡ്രസ്സിൽ പ്രവഹിച്ചു കൊണ്ടിരുന്നു. എഴുത്തുകൾക്ക് ഒരു ചിട്ടവട്ടങ്ങളും വേണ്ട, നടപടികൾക്കും നൂലാമാലകളുമില്ല. എല്ലാം ഉടനടി നടക്കും. ഒരിക്കൽ പോസ്റ്റ്മാൻ കൊണ്ടുവന്ന ഒരു എഴുത്ത് കാണുകയുണ്ടായി. എഴുതിയത് ദുസ്സബഹ് എന്നയാളുടെ അടിമയായ ഒരു കറുത്ത പെണ്ണ്. കത്തിൽ ഇതായിരുന്നു വിഷയം. അമീറുൽ മുഅ്മിനീൻ, എനിക്കൊരു ചെറിയ തോട്ടമുണ്ട്. അതിനകത്താണ് എൻ്റെ കോഴികൾ വളരുന്നത്. രാത്രിയിൽ കള്ളന്മാർ തോട്ടത്തിൽ കടന്ന് കോഴികളെ കട്ടുകൊണ്ടുപോകുന്നു. തോട്ടത്തിൽ നല്ലൊരു ചുറ്റുമതിലില്ലാത്തതിനാൽ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നു. പരിഹാരമുണ്ടാക്കി തരണം. മിസ്രിലെ അടിമപ്പെണ്ണിന്റെ കത്ത് വായിച്ച് ഖലീഫ അവിടുത്തെ ഗവർണർക്ക് കത്തെഴുതി. ഇവരുടെ ആവശ്യം യഥാവിധി നിവർത്തിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് പരാതിക്കാരിക്കും ഒരു എഴുത്തെഴുതി. ദൈവനാമത്തിൽ എഴുതുന്നത് അള്ളാഹുവിന്റെ അടിമ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ അയച്ച പരാതി കൈപ്പറ്റി മതിലിന്റെ ഉയരക്കുറവും മറ്റും പരിഹരിക്കാൻ ഞാൻ മിസ്രിലെ ഗവർണർക്ക് എഴുതിയിട്ടുണ്ട്. അത് സർക്കാർ ചെലവിൽ കെട്ടിത്തരും. ഗവർണർക്കുള്ള കത്ത് ഇങ്ങനെയാണ്. ഈ പരാതി ശ്രദ്ധിക്കുക. പരാതിക്കാരി പറഞ്ഞ സ്ഥലം കണ്ട് ശരിയാണെന്ന് ബോധ്യപ്പെടുക. വേണ്ടത് ചെയ്തു കൊടുക്കുക. ഗവർണർ ഉടൻ പുറപ്പെട്ടു. അല്പം പ്രയാസപ്പെട്ടു. പരാതിക്കാരിയെയും അവർ പറഞ്ഞ തോട്ടവും കണ്ടെത്താൻ. അധികമാരും അറിയാത്ത ഒരു സാധാരണ ഗ്രാമീണ സ്ത്രീ. അവർ പറഞ്ഞ പരാതി സത്യം. മതിൽ കെട്ടി ഭദ്രമാക്കി കൊടുത്തു. അനുബന്ധ സൗകര്യങ്ങളും ഏർപ്പാടാക്കി കൊടുത്തു. ഒരിക്കൽ ഹിംസ ചന്തയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ഖലീഫ. അപ്പോൾ വഴിയരികിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് ഖലീഫയുടെ മുന്നിലേക്ക് വന്നു. പിന്നിക്കീറിയ 2 പുതപ്പുകൾ വസ്ത്രങ്ങൾ കൊണ്ട് ശരീരം മൂടിയിരിക്കുന്നു. അമീർ, മർദിതൻ ആരാവട്ടെ, അവർക്ക് നേരിട്ട് വന്ന് തന്നെ കാണാമെന്ന് പറഞ്ഞിരുന്നു അങ്ങ്? പറഞ്ഞിരുന്നു. താങ്കൾ എവിടെ നിന്നാണ്? കുറെ ദൂരത്ത് നിന്നാണ്. നിങ്ങൾ മർദിതനാണോ? അതെ. കുടുംബമുണ്ടോ? ഉണ്ട്. അവരെവിടെ? അവർ നാട്ടിലാണ്. ഇത്രയും ദൂരെയായതിനാൽ കൂടെ വന്നിട്ടില്ല. ഖലീഫക്ക് അയാളോട് സങ്കടം തോന്നി. വാഹനപ്പുറത്തുനിന്ന് ഇറങ്ങി. പറയൂ, എന്താണ് പ്രശ്നം? എനിക്ക് കുറച്ച് ഭൂമി ഉണ്ടായിരുന്നു. അതൊരാൾ ബലമായി പിടിച്ചെടുത്തിരിക്കുന്നു. സഹായിക്കണം. ശരി, പരിഹാരമുണ്ടാക്കാം. ഖലീഫ കടലാസ് എടുത്ത് പരാതിക്കാരന്റെ നാട്ടിലെ ഗവർണർ ഉർവത്ത് ബിൻ മുഹമ്മദിന് എഴുതി. ഈ പരാതിക്കാരനെ കേൾക്കുക. തെളിവുണ്ടെങ്കിൽ ഭൂമി തിരികെ നൽകാൻ വേണ്ടതൊക്കെ ചെയ്യുക. താൻ സ്വീകരിച്ച നടപടി പരാതിക്കാരനെ അറിയിച്ചപ്പോൾ അയാൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. അയാൾ തിരിച്ചു പോകാൻ ഒരുങ്ങിയപ്പോൾ ഖലീഫ പറഞ്ഞു, പോകാനായിട്ടില്ല. ഒരു കാര്യം, താങ്കൾ ദൂരെ നാട്ടിൽ നിന്നും വന്നതല്ലേ? താൻ തീരുമാനിക്കേണ്ട ഒരു കാര്യത്തിനാണല്ലോ താങ്കൾ ഇത്ര ദൂരം ഞാൻ തീരുമാനിക്കേണ്ട ഒരു കാര്യത്തിനാണല്ലോ താങ്കൾ ഇത്ര ദൂരം പോകുന്നത്. അപ്പോൾ അത് താങ്കളുടെ ആവശ്യമല്ല, എൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് യാത്രാ ചെലവ് ഞാൻ വെച്ചു തരണം. അതുമാത്രമല്ല, ഈ പുതപ്പുകൾ പിന്നിക്കേറിയിരിക്കുന്നു, അത് മാറ്റണം.
ഈ രണ്ട് കാര്യങ്ങൾ കൂടി എത്ര തുക വരും? അയാൾ കണക്ക് കൂട്ടി. ഏതാണ്ട് 11 ദീനാർ വരും. ഖലീഫ ആ തുക അയാളുടെ കയ്യിൽ വെച്ച് കൊടുത്തു. ഇനി പോയിക്കോളൂ. മറ്റൊരിക്കൽ രാജകുടുംബത്തിലെ പ്രമുഖനെതിരെ ഒരു അമുസ്ലിം സുഹൃത്തിന്റെ പരാതി വന്നു. ക്രൈസ്തവനായ അദ്ദേഹം അള്ളാഹുവിന്റെ കിതാബ് പ്രകാരമുള്ള നീതി തനിക്ക് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വന്നത്. പ്രതി രാജകുടുംബത്തിലെ പ്രമുഖൻ അബ്ബാസ് വലീദ് അബ്ദുൽ മലിക്കാണ്. ഖലീഫ പരാതി പറയാൻ അയാളെ ധൈര്യപ്പെടുത്തി. രാജകുടുംബത്തിലെ പ്രമുഖരൊക്കെ ഇരിക്കുന്ന സദസ്സിലാണ് ഈ ആവലാതി കെട്ടഴിക്കുന്നത്. അബ്ബാസ്, എൻ്റെ ഒരു ഭൂമി എടുത്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ എനിക്ക് കിതാബ് പ്രകാരം ന്യായം സ്ഥാപിച്ചു കിട്ടണം. അബ്ബാസ് ആ സദസ്സിലുണ്ട്. കുസലില്ലാതെയാണ് പരാതിക്കാരൻ സംസാരിക്കുന്നത്. അബ്ബാസിനാണെങ്കിൽ ഒരു പരുങ്ങലും കാണാം. അബ്ബാസ്, എന്തു പറയാനുണ്ട് താങ്കൾക്ക്? പരാതി കേട്ടോ? ഖലീഫ ചോദിച്ചു. അമീർ, എനിക്ക് ഉപ്പ വലീദ് പതിച്ചു തന്ന ഭൂമിയാണത്. അതിന് പ്രമാണവും അദ്ദേഹം തന്നിട്ടുണ്ട്. ഖലീഫക്ക് അപകടം മണത്തു. വലീദ് തന്റെ ഭരണകാലത്ത് ആശ്രിതർക്ക് പതിച്ചു കൊടുത്ത ഭൂമിയായിരിക്കണം ഇത്. അധികാരത്തിലിരിക്കുന്നവർക്ക് സാധുക്കളുടെ ഭൂമിക്കുമേൽ എന്ത് പ്രമാണം വേണമെങ്കിലും എഴുതി ചേർക്കാമല്ലോ. സഹോദര, താങ്കൾക്ക് എന്ത് പറയാനുണ്ട്? ഖലീഫ പരാതിക്കാരനോട് ചോദിച്ചു. അമീർ, എൻ്റെ ഭൂമിക്ക് ദൈവത്തിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞ സുരക്ഷ കിട്ടിയാൽ മതി. അദ്ദേഹത്തിന്റെ അച്ഛൻ ഭരണകാലത്ത് എഴുതിയ പ്രമാണം വെച്ചല്ല ഞാൻ നീതി ചോദിക്കുന്നത്. അയാൾ വീണ്ടും ആവർത്തിച്ചു. അബ്ബാസ്, വലീദിന്റെ പ്രമാണത്തെക്കാളും വലുത് ദൈവ പ്രമാണം, അള്ളാഹുവിന്റെ പ്രമാണം തന്നെ. അതുകൊണ്ട് താങ്കൾ ആ ഭൂമി ഇയാൾക്ക് വിട്ടു നൽകുക. അബ്ബാസിന് മറ്റു വഴിയുണ്ടായിരുന്നില്ല. ഭൂമി പ്രമാണ സഹിതം തിരികെ നൽകി.